ഒളിച്ചോടി പോകാനിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുറത്ത് പോണം. നിന്നെ ഒരുക്കിയിട്ട് വേണമെങ്കിൽ ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച് ഭയങ്കര വലിയൊരു ദുരന്തമായിരിക്കും വരാനിരിക്കുന്നത്. ഒരു പൊട്ടനാണല്ലോ ദൈവമേ. കുഞ്ഞ ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം അങ്ങനെ പറഞ്ഞേ. സ്വാഗതം. അതാമാരൊക്കെ നോക്കണമെങ്കിലേ മുടി വെട്ടി നടക്കണമെന്നാ പൊന്നു പറഞ്ഞു. പൊന്നു മുടി വെട്ടി തരാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ കുറെ കൂട്ടുകാർക്കൊക്കെ അറിയാം എന്റെ മുടി എപ്പോഴും പൊന്നു വെട്ടായിരുന്നു അല്ലേ. അപ്പൊ കുറെ കൂട്ടുകാർക്ക് അറിയാം എന്റെ മുടി പൊന്നു വെട്ടാറുന്ന്. മതിയോ? അപ്പൊ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിട്ട് ഇതാ പറയുന്നു, ഞാനാണ് സംഭവം ഈ കോലത്തിൽ കാണിച്ചു നടക്കാറ്. ഒന്ന് എന്നെ ശ്രദ്ധ തെറ്റിട്ടുണ്ടോ? ഇങ്ങനെയാ എന്നെ കാണുന്നില്ലല്ലോ ഇതില്. ശരി, ഞാനില്ലല്ലോ. നോക്കട്ടെ, ഞാനുണ്ട്. പൊന്നു നല്ല സൂപ്പർ ആയിട്ട് മുടി വെട്ടു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്ത് കണ്ടാ മതി. കഴിഞ്ഞ പ്രാവശ്യം എന്റെ മുടി വെട്ടി നിങ്ങൾ കാണാറുന്നില്ലേ? മറ്റേ മേക്കോന്നാക്കി വെച്ചേ. എന്താണ് മേക്കോന്നൊക്കെ പറയുന്നേ? മേക്കോന്നല്ലേ എലി കടിച്ചു പോരെ. നല്ല നീ സമാധാനമായിട്ട് തിരക്ക് പിടിക്കുന്നേ. പുറത്ത് പോണം. നിന്നെ ഒരുക്കിയിട്ട് വേണം എനിക്ക് കൊച്ചിനെ ഒരുക്കാൻ. ഇത് രണ്ടെണ്ണത്തിന് ഒരുക്കി ഞാൻ എങ്ങനെ നടക്കും? അയ്യോ, നീ ഒരുക്കാണോ നടക്കുന്നത്? മുരുകൻ ഞാൻ അങ്ങ് പഠിച്ചു കളയും. ശരിയായോ കൂട്ടുകാരെ? താടി പഠിച്ച എന്നെ കാണാൻ കുഞ്ഞി പയ്യനെ പോലെ ഉണ്ടാവൂലേ? നീ എല്ലാവരും പയ്യനല്ലേ വേണ്ടേ? ബർത്ത്ഡേന്റെ ഒന്നും എനിക്ക് മുടി പിടിച്ചാൽ സമയമില്ലല്ലോ, അതാണ് എനിക്ക് വെച്ചത്. എന്റെ മഞ്ഞ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളാണോ? തല ഇങ്ങനെ വെച്ച് ഞാൻ അതിനെ വെട്ടാനാ? എങ്ങനെ വെട്ടണ്ട പറ. എടാ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തരണം എനിക്ക്. ഓക്കെ, എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് ഓർത്ത് നോക്കിയിട്ട് കൂട്ടുകാരെ. മുടി വെട്ടണം, കുളിപ്പിക്കാൻ വിടണം, തലയിൽ എണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കണം, എന്താ ഷർട്ട് തേച്ച് കൊടുക്കണം, ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കണം. എന്ത് തള്ളാടി നീ. ചവച്ചും കൂടെ തരാടാ ഞാന്. നീ തല ഇവിടെ വെക്കുവോ? ഞാൻ മീശമാധവനെ പോലെ ആക്കി കളഞ്ഞ. നോക്കുമ്പോ ചിരി വരിക. അങ്ങനെ ഇരിക്കില്ല, അങ്ങനെ ഇരിക്കല്ലേ. എന്താ ഇനി മുട്ടിന്റെ വരെ ഇരിക്കല്ലേ അങ്ങനെ. എടി വെട്ട്, ഇത് ഇങ്ങനെ കുടുക്കി വെച്ചിട്ട് വരിക്കല്ലേ ഞാൻ അത്രയും കൊണ്ട്. കൈ പറിച്ചിട്ടാ. വേദനിക്കുന്നുള്ളതുകൊണ്ടല്ലേ പുല്ല് മൂളിയെ. ഞാൻ ഫുൾ നിർദ്ദേശം കൊടുത്തിട്ടാ കുഞ്ഞിപ്പോ ചെയ്യുന്നത് കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞ, സത്യം പറ. സത്യം അവിടെ ഇരിക്കുന്നുണ്ടോ? സത്യം പറ. കുഞ്ഞിനെ അറിയാട്ടോ കുറച്ചൊക്കെ മുടി വെട്ടാൻ. എന്താടാ കുഞ്ഞു നല്ലോണം മുടി വെട്ടു കേട്ടോ കൂട്ടുകാരെ. നോക്ക്, എല്ലാ ക്രെഡിറ്റ് അവന് വേണം. പൊന്നു നന്നായി, പൊന്നു മുടി വെട്ടുന്ന പോലെ നന്നായി. ഒരാഴ്ച എന്നെ മുടിയൊക്കെ വെട്ടി മസാജ് ചെയ്തു. അപ്പന്റെ മുടി വെട്ടി, അപ്പന്റെ മുടി മസാജ് ചെയ്ത് കൊടുത്തു. പോയി കുളിക്കടാ പറ. അപ്പൊ ഇതാ ചെക്കനെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ടേ. സർപ്രൈസ്. നീ ആദ്യം ഇറങ്ങ. ടീച്ചറിനെ പുറത്ത് കൊണ്ടുപോട്ടോ, ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ മുടിയൊക്കെ വെച്ചിട്ട് അമ്മ നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മളെങ്ങോട്ടാ പോയി ആ പണികളാവും. ചമ്പാണി അപ്പോട്ട് പോണ. അപ്പൊ പൊഞ്ഞ് മുടിയിട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ മുടിയിട്ടിട്ട്? എന്താ ഇഷ്ടപ്പെടാത്ത? കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു. എനിക്കിഷ്ടായി. എന്താ കൂട്ടുകാര്, എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ കൂട്ടുകാർ പറയണേ. വെട്ടത്തൊന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. എന്തേലും കുഴപ്പമുണ്ടോ കൂട്ടുകാരെ വെട്ടിയതില്? 360 ഡിഗ്രി. മുടിയൊക്കെ നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇച്ചനെ ഞാൻ പുറത്തിറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർ പാർക്കാണിത്. ഇവിടെ വരെയാണ് നമ്മളിന്ന് ഇച്ചനെ ടൂർ കൊണ്ടുവന്നിരിക്കുന്നത്.
എന്ത് വെറുപ്പില്ലാടി ആടാ ഇവിടെ ഇരിക്കുന്ന നമ്മള് ഇങ്ങോട്ടേക്ക് വരാനാണ് നീ എന്നെ മുടിയും വെട്ടി കുളിച്ച് ഇതാക്കി ഇങ്ങോട്ട് വന്നേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ കുളിക്കോളൂ, അത് കാരണം ഞാൻ കുളിപ്പിച്ചതല്ലേ. എന്താ സ്വഭാവാടി? എടാ വെയിൽ ഒളിക്കാൻ കുഞ്ഞുനെ വാ. ഇപ്പോൾ ഒരു സൈസ് സ്വഭാവാട്ടോ. എന്താ ഞാൻ അങ്ങനെ പറയുന്നേ ഒരു സൈസ് എന്നൊക്കെ? നീ എന്നാ നേരത്തെ പറയണ്ടേ? തേങ്ങാക്കൊലല്ല നിന്നെ. നമുക്ക് അപ്പാപ്പന്റെ അമ്മമ്മന്റെ ബെഞ്ചിലിരിക്കാം. കുഞ്ഞാ അവരുടെ ബെഞ്ചല്ലേ? അതിനെന്താ, അപ്പാപ്പന്റെ അമ്മമ്മയും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. അവരുടെ വീട് അവിടെ ഇരിക്കണ്ടേ? അവരുടെ വീട് മുന്നിൽ നിലത്തോ? ഈ നിലത്തിരിക്കാനാണ് നീ എന്നെ കൊണ്ടുപോകുന്നേ. എന്താടാ നിനക്ക് എന്നെ ഇഷ്ടല്ല? നീ എന്താ കുഞ്ഞി ഇങ്ങനെ പറയുന്നത്? നീ പുറത്തെവിടെ പോവാന്ന് പറഞ്ഞിട്ട് നീ മതി പരിപാടി കാണിച്ചേ. എടാ എനിക്ക് എവിടെ കൊണ്ടുപോകാനാടാ? എനിക്കൊരു സ്ഥലമൊന്നും അറിയില്ല. അവളുടെ കളർ ഡ്രസ്സും കൊറേ കളറും അത് എന്റെ പുതിയ ഉടുപ്പ് ഞാൻ വിചാരിച്ചു ഇന്ന് പൊരിക്കൂന്ന് പുറത്ത് കൊണ്ടുപോയിട്ട്. എനിക്ക് ജസ്റ്റ് പുറത്തിറങ്ങി നിനക്ക് ഭയങ്കര സന്തോഷം. ഷട്ടയ്ക്ക് അങ്ങനെയല്ലല്ലോ. എന്ത് ചെയ്യും ഈ അമ്മേന്റെ പണി? പണി കണ്ടോ നീ? അമ്മ ചെയ്ത പണി കണ്ടോ? അവക്ക് അത്ര മതി സന്തോഷിക്കാന്. അപ്പൊ ഈ പൊഞ്ഞ് ഹാപ്പിയാനി അപ്പ ഹാപ്പിയാട്ടോ. ചമ്പാണി ഒരു കുഞ്ഞു പോലും അതൊന്നും എടുക്കലേ. വാ സ്കൈ ബേബി മങ്കി, സ്കൈ ബേബി മങ്കി. എപ്പ വരുന്നി? ഇവിടെ ഉള്ളവരുണ്ടല്ലോ കുഞ്ഞു ബേബിനെ വിളിക്കുന്ന ലിറ്റിൽ മങ്കിന്ന്. അത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ളത്. അതേപോലെ ഈ കുട്ടി ഞങ്ങള് കുഞ്ഞുബേബിക്ക് പാടി കൊടുക്കുന്ന പാട്ട് ഏതാണെന്നറിയാമോ? പാടി കൊടുക്ക. സ്കൈ ബേബി ലിറ്റിൽ മങ്കി. ഒളിച്ചോടാനിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു താക്കീതോ നിർദ്ദേശം. താക്കീത് എന്ന് പറയാ. അതിന് ഇവിടെ വെയിലായതാറും കാണുന്നില്ല. വേറെയാണ് നിർദ്ദേശവും വേറെയാണ്. ഈ ഒളിച്ചോടുമ്പോഴുണ്ടല്ലോ, നിനക്ക് ഈ ഒളിച്ചോടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതായത് ഒളിച്ചോടി കല്യാണം കഴിച്ചാണല്ലോ. നീ എവിടെയാ ഒളിച്ചോടി കല്യാണം കഴിച്ചേ? ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ് അങ്ങനെയാടെ പറയുള്ളൂ. ശരിയാണല്ലേ. ഇറങ്ങി പോന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് പറയുന്നതാണ് ഒളിച്ചോടിപ്പോയിരുന്നത്. ഈ ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി പ്രതീക്ഷകളോടെ ആയിരിക്കും അവരിറങ്ങി വരിക അല്ലേ? ഇപ്പം സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഒത്തിരി പ്രതീക്ഷകളോടുകൂടി അല്ലേ? ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നതെന്നറിയോ? നമ്മൾ ഈ സ്നേഹിക്കുന്ന സമയത്ത് മാക്സിമം നമ്മുടെ നല്ല വശങ്ങളായിരിക്കും നമ്മൾ കാണിക്കാൻ ശ്രമിക്കുക അല്ലേ? നമ്മുടെ നല്ല കാര്യങ്ങള് ഇന്നടത്ത് പോയി ഞാനാണ് അങ്ങനെ ആയിരുന്നോ? നീ എങ്ങനെ എന്താ ചെയ്തേ? ഞാൻ പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ലേ കാണിച്ചുകൊണ്ടിരുന്നേ. പോസിറ്റീവ് വശങ്ങൾ ഇല്ല നിനക്ക്. നീ അങ്ങനെ ഇങ്ങനെ തന്നെയായിരുന്നു കാണിച്ചെന്നോട്. ദേഷ്യം വരുമ്പോൾ ആദ്യം തന്നെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി നമുക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെ നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുക്കിയെടുക്കിയത് സംഭവത്തിന്. അപ്പം നമ്മൾ ഈ സ്നേഹിക്കുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുമല്ലേ? ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് അത് ഭയങ്കര പ്രശ്നം. അത് നമ്മൾ ഈ ഒളിച്ചു വിടുന്ന ആൾക്കാരാണെങ്കിൽ മീൻസ് വീട്ടുകാരൊക്കെ നമ്മളെന്തായാലും സ്നേഹിക്കുന്നത് വീട്ടുകാർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് കണ്ടുപിടിക്കുന്നതാണ്. വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവില്ലെന്നല്ല, വീട്ടിൽ താല്പര്യമുള്ള വീട്ടുകാരും ഉണ്ട്. ചില ആൾക്കാർ മാത്രം, അതായത് നൂറിലൊരു 50% ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, 50% ആൾക്കാർ റിജക്റ്റ് ചെയ്യും. 50% ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, 50% ആൾക്കാർ റിജക്ട് ചെയ്യുന്ന ആൾക്കാർ വീട്ടുകാർ. പക്ഷേ നമ്മുടെ ഇഷ്ടം കാരണമാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ അല്ലേ കാണിച്ചു കൊടുത്തിട്ടാണല്ലോ സമ്മതിക്കുന്നേ. അപ്പൊ നമ്മൾ വീട്ടുകാരോട് അവരുടെ പോസിറ്റീവ് വശങ്ങളല്ലേ പറഞ്ഞു കൊടുക്കുന്നേ. വീട്ടുകാരോട് നമ്മൾ പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ലേ കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ സ്നേഹിക്കുന്ന ആൾക്കാർ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന സമയത്ത് പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും രണ്ടും കാണിക്കണം. അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ദുരന്തമായിരിക്കും വരാനിരിക്കുന്നത് അല്ലേ? നമുക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തേന്, പാല്, ചക്കര, മുത്തേ അങ്ങനെയൊന്നും വിളിച്ചില്ലെങ്കിലും നമ്മൾ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ട് അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോൾ അത്രയും പ്രതീക്ഷയോടെ ആയിരിക്കും വരുന്നത്. അത് കഴിയുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കറങ്ങാൻ കൊണ്ടുപോകും. എന്താടാ
ഹെലികോപ്റ്റർ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നേ. അത് വിശ്വസിച്ചിട്ടായിരിക്കും നമ്മുടെ കൂടെ നിങ്ങളുടെ കൂടെ വരിക പെൺകുട്ടികൾ വരുന്നത്. അപ്പം വന്ന് കഴിയുമ്പോൾ ഉള്ള ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലതായിട്ട് വീട്ടിൽ തന്നെ മൊത്തത്തിൽ കൂടിപ്പോവുക. ചിലവർ കേട്ടോ വീട്ടിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വരും, ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും ചിലവരുടെ സ്വഭാവം അങ്ങ് തുടങ്ങും, ഉത്തരവാദിത്വം കൂടും. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് നമ്മളോട് വഴക്കാകും. അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്തം പെട്ടെന്ന് വരുമ്പോൾ അവർ ജോലിക്ക് വേണ്ടി നോക്കും. ജോലിക്ക് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പണ്ടത്തെ പോലെ ടൈം ഉണ്ടാവില്ലല്ലോ, സമയം ഉണ്ടാവില്ല, ജോലിക്ക് വേണ്ടി വരില്ലേ. അപ്പോൾ സമയം ഉണ്ടാവില്ല, സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ സമയം ഇല്ലാണ്ടായി വരുമ്പം എന്താവും, കൂടെയുള്ള പാർട്ണർ. ഞാൻ പറയട്ടെ, നീ ഇടയ്ക്ക് തോക്കിക്കറി ഇവിടെയൊക്കെയല്ലേ, എന്നാ നീ പറ. സോറി, നീ പറ. കണ്ടോ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. കണ്ടോ, ഇതൊക്കെ പ്രായത്തിന്റെ ഒരു അഭാവാ. തുപ്പലം നോക്ക്, മായ മൊത്തം തുപ്പലം. എടാ പിന്നെ വായിലല്ലേ തുപ്പലുണ്ടാവുക. സാമ്പ വേണമെങ്കിട്ടോ, സാമ്പന്റെ മുടിയൊക്കെ മൊത്തം അങ്ങനെയുണ്ട് കൂട്ടുകാരെ. അപ്പൊ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്ര ഓർത്താൽ മതി. എന്താ ഓർക്കണ്ട, നമ്മളിപ്പോ സന്തോഷമായിട്ടാണ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, പക്ഷെ വഴക്ക് കൂടും. വഴക്ക് എങ്ങനെയാണേലും വഴക്ക് കൂടും. വഴക്കൊക്കെ വരും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വഴക്കൊന്നും ഇല്ലാന്നല്ല, നമ്മൾ സന്തോഷമായിട്ടാണെങ്കിലും നല്ല വഴക്കുണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ വഴക്കൊന്നും വലിയ വഴക്കൊന്നും ആവാതിരിക്കാൻ നോക്കുക. പിന്നെ ഈ ഒളിച്ചോടി പോകാനിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു പട്ടി പോയിട്ട് മുന്നിൽ കൂടെ. പിന്നെ ഈ ഒളിച്ചോടി വരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഒരു പെണ്ണൊക്കെ ഇറങ്ങി വരുമ്പോൾ അവർ ഒത്തിരി കാര്യങ്ങളൊക്കെ, അതായത് ഇത്ര നാളും ജീവിച്ചൊരു ജീവിതത്തിൽ നിന്ന് മാറിയല്ലേ വരിക. പുതിയൊരു ഇത്ര നാളും ജീവിച്ച ജീവിതമായിരിക്കില്ല അവർ ജീവിക്കുന്നത്. നീ എന്നെ കാണിക്കുന്നു, നീ എവിടെയാത്ത് ഇവക്ക് ക്യാമറ പിടിക്കാൻ അറിയത്തില്ല. ഇതൊരു പൊട്ടനാണല്ലോ ദൈവമേ. നീയല്ലേ ക്യാമറ പിടിക്കുന്നത്, ഞാനാണ് ക്യാമറ പിടിച്ചേക്കുന്നത്. ഞാൻ കൊച്ചിനെ പിടിച്ചേക്കുന്നത്. കുഞ്ഞിനെ പുല്ല് ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരായിരിക്കും ഒളിച്ചോടി വരിക അല്ലേ. ഇപ്പം ഫാമിലിയിൽ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരോ കൂടെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും നമ്മളപ്പോൾ. അവര് പറയുന്ന ഒന്നും നമുക്ക് തലയെ മണ്ടേ കേറത്തില്ല. നമ്മുടെ പാരന്റ്സ് പറയുന്നൊന്നും നമുക്ക് പരിപാടി കേറത്തില്ല. നമ്മുടെ മനസ്സിലപ്പോൾ എന്താ, സ്നേഹമാണകില സാരം, കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, അങ്ങനെയാണ് ജീവിതം എന്നൊക്കെ ആയിരിക്കും മൈൻഡ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ കല്യാണം കഴിയുമ്പോഴും അല്ല, കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പ്രതീക്ഷിക്കുന്ന അത്ര പ്രതീക്ഷിച്ച പോലെ സ്വപ്നം കണ്ടു നടന്ന പോലെയുള്ള ജീവിതമായിരിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ എത്രയൊക്കെ പക്ഷേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേരിടേണ്ടി വരും, ഒത്തിരി പ്രതിസന്ധികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ടി വരും. ജോലിക്ക് പോയി കഴിയുമ്പോൾ ആണെങ്കിൽ നമുക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ കൂടും. കൂടെയുള്ള നമുക്ക് ഒത്തിരി ചിലപ്പം കൂടെ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സിനെയൊക്കെ എന്താക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരേണ്ടി വരും. കുറച്ച് ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ, സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ ഏത് നേരം ഫോൺ വിളിച്ചോണ്ടിരിക്കൂലേ, എന്താ നടക്കുന്നത് കാണാത്ത കാരണം നമ്മൾ വിളിച്ചോണ്ട് സംസാരിച്ചോണ്ടിരിക്കും. എന്നും ഡെയിലി കാണുമ്പോ ഒന്നും മിണ്ടാനുണ്ടാവില്ല. അപ്പൊ പെൺകുട്ടികൾക്കാണെങ്കിൽ എന്തായാലും എത്ര ശതമാനം അതെന്താ കണക്കില്ലേ, ഒരു ദിവസം ഒരു പെണ്ണെത്രയാ 20,000 വേർഡ്സ് സംസാരിക്കും. സൈക്കോളജിക്കലായിട്ട് എന്തോ കണക്കാണ് കേട്ടോ. ആണുങ്ങൾ അതിന്റെ പകുതി എങ്ങാണ്ട് സംസാരിക്കുള്ളൂ, 10,000 വേർഡ്സ് എങ്ങാണ്ട് സംസാരിക്കുള്ളൂ. ഇങ്ങനെയുള്ള വാക്കൊക്കെ കൂട്ടും ഒരു ദിവസം. അപ്പം ആണുങ്ങളിപ്പം ഈ പറയുന്ന പോലെ മെജോറിറ്റി ആണെങ്കിലോ കൂട്ടുകാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് രാത്രി കയറി വരുമ്പോഴത്തേക്ക് അവരുടെ 10,000 വേർഡ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന ചേട്ടാ ഇന്ന് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞ സീരിയസ് ആയിട്ട് പറയുമ്പോ ഓക്കേന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ആ
ചിലപ്പോ ആ 10,000 വേർഡ്സ് അവരുടെ തീർന്നിട്ടുണ്ടാവും. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ആണുങ്ങളുടെ 10,000 വേർഡ്സ് ജോലി സ്ഥലത്ത് തീർന്നിട്ടുണ്ടാവും, ജോലി സ്ഥലത്തും കൂട്ടുകാരുടെ കൂടെ സംസാരിച്ച് തീർന്നിട്ടുണ്ടാവും. പിന്നെ പറയണ്ടല്ലോ ബാക്കി നടക്കാൻ വന്ന കാര്യം. നിങ്ങൾക്ക് എന്നോട് മിണ്ടാൻ മാത്രം നേരമില്ല മനുഷ്യ. ഞാൻ അങ്ങനെ വഴക്കൂട്ടിട്ടുണ്ടല്ലോ. അതാണ്. അപ്പൊ അതാ സംഭവം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു അകത്ത് ഇരുന്നുള്ള മൂഡൗട്ട് വേണമെന്ന് ചോദിച്ച് പുറത്തിറക്കിയതാ. പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കാണുമ്പം അവരുടെ വിചാരം എന്തായിരിക്കും? നമ്മൾ ഭയങ്കര എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കുകയാണ്, എപ്പോഴും സന്തോഷമാണ്, ഹാപ്പിയാണ്, ലവ് മാരേജ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, അങ്ങനെയാണെന്നാണ്. അതുപോലൊന്നും അല്ല. വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ നേരിടണം. വീട്ടുകാരെയൊക്കെ നമ്മളെ മാക്സിമം നമ്മൾ വീട്ടുകാരുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം നമ്മൾ ഇത്ര നാളും വളർത്തി വലുതാക്കിയ അവരുടെ ബലം വേണമെന്നല്ല, നമ്മൾ ഇത്ര നാളും വളർത്തി വലുതാക്കിയത് അവരാണ്. അവരെ നമ്മൾ ഒരു കാരണവശാലും ഒരു വിഷമിപ്പിക്കാൻ ഒരു ഇടവരുത്തരുത് മാക്സിമം. പിന്നെ ഒരു ഗതിയും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പം ഉപദ്രവവും അതുപോലെ തന്നെ ഭയങ്കര ഉപദ്രവവും കാര്യങ്ങളൊക്കെ ആവില്ലേ, അങ്ങനെ ഒരു രീതിക്ക് രക്ഷയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആവുകയാണെങ്കിലാണ് മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ ഒടിച്ചോടെ ചൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇങ്ങനെയായിരിക്കും ജീവിതം, പ്രശ്നമായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഉള്ള മൈൻഡ് സെറ്റ് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക അല്ലേ. പിന്നെ ഞങ്ങളെന്താ ഈ കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ചിലപ്പം മീൻസ് നമ്മൾ ലവ് മാരേജ് ആണ് എന്നിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നതെന്നൊക്കെ ഓർത്ത് നമ്മൾ ചിലപ്പോൾ പ്രചോദനമൊക്കെ ആവുന്നുണ്ടെങ്കിൽ അവർ അറിയണം ഇതാണ് സത്യം. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾ കാരണം ആരും നമ്മളിങ്ങനെയാന്ന് വിചാരിച്ച് ഞങ്ങൾ ഏത് നേരം ഈ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ സന്തോഷം മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ നല്ല അടി നടക്കാറുണ്ട്. നമ്മൾ വഴക്കൂടുന്നൊന്നും അങ്ങനെ എടുത്ത് ആൾക്കാർ കാണിക്കുന്നില്ലല്ലോ. ഭയങ്കര വഴക്കൂടുന്ന കരയുന്നൊന്നും ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നുമില്ല. നമ്മൾ സന്തോഷമുള്ളതാണ് എല്ലാ ആൾക്കാർക്കും. അപ്പൊ നമ്മൾ സന്തോഷമുള്ള മൊമെന്റ്സ് ഒക്കെയാണ് നമ്മൾ മാക്സിമം ഇടാൻ നോക്കുക. അപ്പൊ അത് മനസ്സിൽ വെക്കുക. നമ്മൾ പ്രശ്നങ്ങളൊക്കെ മാക്സിമം നേരിടേണ്ടി വരും. അതിനുള്ള മനക്കെട്ടിയും അതിനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളോട് കുറെ പേര് മെസ്സേജ് അയച്ചതുകൊണ്ടൊക്കെ ആട്ടോ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. പെണ്ണിന്റെ പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ഒളിച്ചോടി പോകുന്നു. ശരിക്കും നമ്മുടെ കാരണവന്മാര് പറയില്ല, നിങ്ങളൊക്കെ ആ ഒരു നീ ഒരു അപ്പനും അമ്മയാകുമ്പോഴേ നിനക്ക് അതിന്റെ വേദന ഇത് കാര്യങ്ങൾ അറിയണമെന്ന്. അത് ശരിക്കും അത് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അത് നമ്മുടെ അപ്പനും അമ്മയും ആയി കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെയാണെങ്കിലും. അപ്പൊ കുഞ്ഞു ബേബി അവിടെ ഉറങ്ങും കേട്ടോ. അവളെ സേഫായിട്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച്. ആരെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് പേര് ബ്രേക്കപ്പ് ആയി, എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല, അല്ല എനിക്ക് അവളെ മറക്കാൻ, എന്നെ ചേച്ചി അവള്, അല്ല ചേച്ചി അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തേക്കട്ടെ ഈ ഒളിച്ചോടി പോകുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നുമില്ല, അനുകൂലിക്കാണ്ടിരിക്കുന്നുമില്ല. ഈ ഇച്ച ഒരാളെ ഈച്ചല്ലടാ, ഇച്ച നിന്നെ ഈച്ച വന്നിരുന്നു എന്റെ കയ്യിൽ. എനിക്ക് ആ റിലേഷൻ ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് പൊന്നുവിനെ കിട്ടിയില്ല. എനിക്ക് പൊന്നുവിനെ കിട്ടത്തില്ല. അതേപോലെ നിങ്ങൾ ഒരാള് ബ്രേക്കപ്പ് ആയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കരുത്. അപ്പൊ നീ ട്രൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ ഇത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എല്ലാം നടക്കേണ്ട സമയത്ത് നടന്നോളും. ബ്രേക്കപ്പ് ആയത് നന്നായില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടാവുന്നതിനെക്കാട്ടിലും നല്ലത് അതിന് മുന്നേ ഇതാവുന്നേ. അല്ലാണ്ട് നിങ്ങൾ അത് ബ്രേക്കപ്പ് ആയെന്ന് വെച്ച് ഓരോ മണ്ടത്തരം ചെയ്യുന്നു കുറേ പേര് എനിക്കറിയാം. അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ അണ്ടർസ്റ്റുഡ്? ഇനി നമ്മുടെ കൂട്ടുകാരെ ഒന്നും വിഷമിക്കരുത്. നിങ്ങൾ പ്രേമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്നുണ്ടാവൂല്ലോ, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ള കൂട്ടുകാർ ഇന്നത്തെ വിശേഷം. ഒളിച്ചോടി പോകാനിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു നിർദ്ദേശമായിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങളുടെ ഒളിച്ചോടി പോകാനിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാനൊരു കാര്യം കൂടെ പറയാനുണ്ട്.
നമ്മുടെ വീഡിയോ കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, അമ്മമാര് മക്കൾക്ക് ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെ, മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മമാർക്ക് അച്ഛന്മാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവർക്കും കൂടി ഞങ്ങൾ പറയുന്നു. അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതാണ്. ഓക്കേ.